അപ്പോളേ സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വേറെ വെറൈറ്റി സോപ്പാണ്. അതായത് ഓറഞ്ച് വെച്ചിട്ടുള്ള സോപ്പായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഓറഞ്ച് സോപ്പ് എങ്ങനെയാണ് നമ്മൾ ഓയിൽ സോപ്പിലും ഗ്ലിസറിൻ സോപ്പിലും സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇപ്പോൾ നമുക്ക് ഓയിൽ സോപ്പിലേക്ക് നമുക്കൊരു 250 ഗ്രാം എടുക്കുക. ഇതിൻ്റെ തൊലി വേറെ എടുക്കുക, അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് വേറെ എടുക്കുക. അതായത് ഓറഞ്ച് പൊളിച്ചിട്ടുള്ള കാമ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കാമ്പ് മാത്രം വേറെ ജ്യൂസ് അടിക്കുക, തൊലി വേറെ ജ്യൂസ് അടിക്കുക. എന്നിട്ട് തൊലി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ വൈറ്റമിൻസുകൾ എടുക്കും. അതുപോലെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുള്ളത് ഒരു 250, നമുക്കൊരു 249.675 ഗ്രാം വെള്ളവും അതിലേക്ക് 110.640 ഗ്രാം കാസിക് സോഡയാണ് വേണ്ടത്. അല്ല, ജ്യൂസ് അടിക്കും ഇത് ഏത് ഓറഞ്ച്. എന്നിട്ട് അത് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാസിക് സോഡ ആഡ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻസുകൾ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആൾക്കാർ ഫേസ് വാഷൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് മേടിച്ചിട്ട് നന്നായി കഴുകി ജ്യൂസ് അടിച്ച് ഇത് ഒരെണ്ണം വെളിച്ചെണ്ണയിൽ ഇടയും, ഒരെണ്ണം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് കാസിക് സോഡയിൽ ഇടയും. അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് നന്നായി ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി കഴുകിയിട്ട് ജ്യൂസ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിടുന്ന അതിനെ നന്നായി അതിൻ്റെ പ്രോട്ടീനുകളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അതെ, നമ്മൾ ഓറഞ്ചൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്രീസറിൽ വയ്ക്കും. ഇത് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്രൂട്ടിൽ എടുക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ തൊലി എന്ന് വെച്ചാൽ ധാരാളം വൈറ്റമിൻസ് ഇറങ്ങിയിട്ടുള്ളതായിട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിൽ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസിങ്ങും നല്ല കളറ് കിട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ടേ ഓറഞ്ചിൻ്റെ തൊലി ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയിൽ ഇത് ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ട് ഇത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം നേരം വെളുത്തിട്ട് കട്ട് ചെയ്യാൻ ശേഷം യൂസ് ചെയ്യും. ഇത് നമ്മൾ ഇതിലേക്ക് ഒരു 400 മില്ലി വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ബേക്ക് റോൾ ഉണ്ടെങ്കിൽ നമുക്ക് അളവ് എടുക്കുക എളുപ്പമാണ്. ഓക്കെ, 400 മില്ലി ഒന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ 100 മില്ലി അതിനനുസരിച്ചുള്ള തൊലി ഇട്ടാൽ മതി. ഈ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ആയിരിക്കും ഇടുക. ഓറഞ്ചിൻ്റെ തൊലി അടയുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തോളൂ. വെളുപ്പിനെ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കട്ടെ, ഞാൻ അടി പിടിക്കും. അതിൻ്റെ കളറൊക്കെ തന്നെ ഇറങ്ങി വരണം, ഓറഞ്ചിൻ്റെ കളറ്. നമുക്ക് ഇത് സെറ്റായിട്ട് കാണാം കേട്ടോ. അപ്പോളേ നമ്മുടെ ഓയിലൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ ഓറഞ്ചിൻ്റെ. ഇനി നന്നായി അരിച്ചെടുക്കുക അത്. ഓക്കെ, അതിൻ്റെ കൊറ്റനൊക്കെ കളഞ്ഞ് നന്നായി അരിച്ചെടുത്തിട്ട് നമുക്കത് സോപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സോപ്പിൽ നമ്മൾ ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ 400 മില്ലി എടുത്തത് 300 മില്ലി കിട്ടി. വേണ്ടില്ല എല്ലാവരും ഓറഞ്ചിൻ്റെ എണ്ണ ഓയിൽ, നല്ല ഓയിലിൻ്റെ എല്ലാ സത്തുക്കളും ഇറങ്ങിയില്ല. പിന്നെ നമുക്കിത് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ സോപ്പായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് ഒരു 600 മില്ലി ഓയിൽ, അതിലൊരു 300 മില്ലി നമ്മുടെ നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലും, അതേപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ ഓയിലില്ലേ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തത് അതും കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ 400 മില്ലി മൊത്തം വരുന്നുണ്ട്. അതിൽ 300 മില്ലി കോക്കനട്ട് ഓയിലും 100 മില്ലി നമ്മുടെ ഓറഞ്ചിൻ്റെ ഓയിലും. ബാക്കി നമ്മളതിൽ ഒരു 200 മില്ലി പാം ഓയിൽ, പിന്നെ ഒരു 50 മില്ലി ഒലിവ് ഓയിൽ, പിന്നെ ഒരു 30 മില്ലി കാസ്റ്റർ ഓയിൽ, 20 മില്ലി സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു 5-10 ഡ്രോപ്സ് ആൽമണ്ട് ഓയിലും, പിന്നെ വൈറ്റമിൻ E 5 തുള്ളി ഇട്ടാണ് ഇതിലെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ഫ്രാഗ്രൻസ് വേണം. പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച്, അതിൽ നമ്മൾ കാസിക് സോഡ ആഡ് ചെയ്തിട്ട് അരിച്ച് വയ്ക്കും. ഇത് നമ്മൾ ഫ്രീസ് ചെയ്തതാണ്, അത് കാരണം റൂം ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ 3 കൂട്ടായില്ലേ. ഇനി നമുക്ക് വേണ്ടത് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം. ഓക്കെ, ഞാൻ കളർ ചേർക്കുന്നുണ്ട്. ഇത്ര കൂട്ട വേണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ എണ്ണ ഇരിക്കാണ്ട് ഒഴിക്കുക, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള എണ്ണയ്ക്ക്. ഞാനൊരു ബീക്കർ പുതിയ മേടിച്ചിട്ടുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. അത് നമുക്ക് കാണാൻ എളുപ്പത്തിന് നന്നായി വടിച്ചാട് ഒഴിക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നന്നായി നോക്കി ആ ഓയിലുകളൊക്കെ മിക്സ് ആവണം. ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ കാസ്റ്റിക് സോഡ ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക.
അരിച്ചൊഴിച്ച് കൊടുത്തു. ഇനി കാസി സോഡയിൽ വല്ല അംശമുണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളതിൽ കാസി സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോ അത് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളെടുത്തേക്കുന്നത് ഓറഞ്ചിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ്. അപ്പോൾ ഇത്ര മതിട്ടാ. അതിൽ നമുക്ക് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യേണ്ടി. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്താൽ മതിട്ട്. നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ സൂപ്പുകളുള്ളപ്പോൾ എല്ലായിടത്തും ഇറങ്ങുന്നത്. കളർ വേണം, സ്മെല്ല് വേണം. നമ്മുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് തുടയ്ക്കുക. അതുപോലെ നമ്മൾ റബ്ബിങ്ങിൻ്റെ ആൽക്കഹോളൊന്ന് എടുത്ത് കൊടുക്കുക. ഒന്നുകൂടി തട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ. ഉണ്ട് പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴേ നമ്മുടെ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടോ, ഓറഞ്ച് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് അല്ലേ, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ആദ്യം, അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഒരു കാമ്പ്, അതേപോലെയാണ് ഈ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ മഞ്ഞ നിറം കൊടുക്കാൻ പറ്റാത്തതാണ് നമ്മൾ വേറെ കളർ കൊടുത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഓയിൽ സോപ്പൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഓയിൽ സോപ്പ്. അതേപോലെ നമ്മൾ ചേർത്തെടുക്കുന്നത് ഓയിൽ, നാരങ്ങയില, അതായത് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മൾ ശരിക്കും വെളിച്ചെണ്ണയിൽ നന്നായി വാട്ടിയെടുത്തിട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് പ്രോട്ടീൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയുണ്ട് സോപ്പ്. പിന്നെ നമ്മളൊരു 30 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.